എല്ലാത്തിനും കാരണം പണവാ. ഇനി അതൊന്നും ഓർത്തിട്ടോ വിഷമിച്ചിട്ടോ കാര്യമൊന്നുമില്ല. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്നത് എൻ്റെ മീരമോളുടെ അവസ്ഥയാ. വിവാഹം എന്ന ചിന്ത പോലും എൻ്റെ മോളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അവളെ വിവാഹത്തിന് നിർബന്ധിച്ചതും പ്രേരിപ്പിച്ചതും ഞാനാ. എന്നിട്ടിപ്പോ എൻ്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലായില്ലേ? അരി വിഷമിക്കാതെ. ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാ മീര. അവളെ ഈശ്വരൻ ശിക്ഷിക്കില്ല. ഇതൊക്കെ ഒരു പരീക്ഷണമായിട്ട് കാണണം. ആദർശിന് അയാൾ നഷ്ടപ്പെടുത്തിയതിന്റെ വില മനസ്സിലാകും. അന്ന് മീരയെ ഉപേക്ഷിക്കണമെന്ന് ചിന്തിച്ചതുപോലും ആദർശിനെ വേദനിപ്പിക്കും. അതെനിക്ക് ഉറപ്പാ. ഭാവിയിൽ അങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പൊ അനുഭവിക്കുന്ന വേദനയ്ക്ക് പരിഹാരമാവില്ലല്ലോ. എൻ്റെ മോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ വിഷമം എന്നെ അറിയിക്കാതിരിക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുമുണ്ട്. സ്വയം നീറുമ്പോഴും എൻ്റെ കുഞ്ഞ് ശ്രദ്ധിക്കുന്നത് എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ. അതാ എൻ്റെ സങ്കടവും. ഹരി വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എല്ലാ മനുഷ്യർക്കും നല്ലതും ചീത്തയുമായ സമയമുണ്ട്. ഇത് മീരമോളുടെ മോശം സമയമാണെന്ന് അങ്ങ് കരുതിയാ മതി. നമ്മൾ മനുഷ്യര് സ്വയം ആശ്വസിക്കാൻ കണ്ടെത്തുന്ന ന്യായങ്ങളല്ലേ ഈ നല്ല സമയം ചീത്ത സമയമൊക്കെ. ഏതായാലും വാങ്ങിയ കാശ് ആദർശിന് തിരികെ കൊടുക്കുന്നതോടെ ഒരു വലിയ തലവേദനയ്ക്ക് ആശ്വാസവും. അല്ലെങ്കിൽ എല്ലാവരുടെയും കണ്ണില് പണത്തിന് വേണ്ടി വിവാഹമോചനത്തിന് തയ്യാറായവളായി മാറും എൻ്റെ മോള്. അങ്ങനെ ഒരു പേര് മീരയ്ക്ക് ഒരിക്കലും വരാൻ പാടില്ല. വേണമെങ്കിൽ ഞാനും ഹരിക്കൊപ്പം ആദർശിനെ കാണാൻ വരാം. മീരമോൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യാം. അത് വേണ്ട. ആദർശ് എൻ്റെ മകളെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവൻ്റെ കാല് പിടിച്ച് എൻ്റെ മകളെ സ്വീകരിക്കണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അല്ലെങ്കിൽ തന്നെ മീര ആഗ്രഹിക്കുന്നതും ആദർശിൻ്റെ സന്തോഷമാണ്. സൂരജിനെ രക്ഷിക്കാനുള്ള പണത്തിനു വേണ്ടി മാത്രമല്ല അവൾ ഡിവോഴ്സിന് സമ്മതം പറഞ്ഞത്. ആദർശിൻ്റെ സന്തോഷത്തിനും കൂടി വേണ്ടിയാ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മീരമോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഹരി ഏതായാലും ആദർശിനെ കണ്ട് പണം ഒന്ന് തിരികെ ഏൽപ്പിക്കേ. ശരി, എന്നാ ഞാൻ ചെല്ലട്ടെ. ശരി മോനെ. സൂരജോ, വാ മോനെ. സൂരജോ, വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. എന്തോ വലിയ കഷ്ടകാലം ഇങ്ങനെയൊക്കെ മാറിപ്പോയെന്ന് കരുതാം, അല്ലേ? അതെ അങ്കിൾ. എല്ലാവരും ശരിക്കും പേടിച്ചുപോയി. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ലായിരുന്നു. ഹരി, ആദർശും സൂരജിന്റെ മുത്തശ്ശനും ഒക്കെ എത്ര തവണയാ കർണാടകയിൽ പോയി വന്നത്. വിശാലും അവന്റെ എല്ലാ കൂട്ടുകാരും കർണാടക മുഴുവൻ അരിച്ചു പെറുക്കിയെന്നാ പറഞ്ഞത്. അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാ ആദ്യം എന്നെ പിടിച്ചു വെച്ചിരുന്നത്. പിന്നെ മറ്റെവിടേക്കോ മാറ്റി. കുറേ ദിവസം കഴിഞ്ഞാ അവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്.
ഒന്നും വേണ്ട ആൻറ്റി. അതെന്താ? ഞാനിപ്പോ ജ്യൂസ് എടുക്കാം. ഒരു മിനിറ്റ്. എപ്പോഴാ സൂരജ് വന്നേ? ഞാൻ എത്തിയുള്ളൂ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ഇരിക്കെ. എന്നെ കാണാതായപ്പോ വിദ്യക്ക് വയ്യാതായെന്ന് എല്ലാവരും പറഞ്ഞു. എനിക്കൊന്നും ഓർമ്മയില്ല. സൂരജിനെ കാണാതായെന്ന് കേട്ടപ്പോഴേ എന്റെ മനസ്സാകെ മരവിച്ചു. പിന്നെ അച്ഛനും അമ്മയും വിശാലേട്ടനും ഒക്കെ എവിടെയൊക്കെ കൊണ്ടുപോയി കുറച്ചൊക്കെ നോർമലാക്കി എടുത്തു. പിന്നെ മീര ഇടയ്ക്കൊക്കെ വന്ന് ഡാൻസിൽ ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ കുറെയൊക്കെ ഓക്കെ ആയതാ. ഇപ്പോ സൂരജിനെ നേരിട്ട് കണ്ടപ്പോ ശരിക്കും സമാധാനമായി. എന്താ സംഭവിക്കുന്നതെന്ന് അവരെന്നെ പിടിച്ചോണ്ട് പോയപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നുമില്ലായിരുന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞാ അവരൊന്നും മിണ്ടി തുടങ്ങിയത്. സൂരജ് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത ബസ് ആക്സിഡന്റ് ആയതാ കാര്യങ്ങൾ ഇത്രയും വഷളായത്. സൂരജിനെ തിരക്കി ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് എല്ലാവരും വന്ന് അന്വേഷിച്ചപ്പോ അവിടെ അങ്ങനെ ഒരാളില്ലാന്ന് പറഞ്ഞാൽ ഭയന്നു പോവില്ലേ? അതെ, ആ ആക്സിഡന്റ് നടന്ന് എന്നെ കാണാനില്ലെന്ന് ന്യൂസ് സ്പ്രെഡ് ആയതുകൊണ്ട് പിടിച്ചോണ്ട് പോയവർക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അതാ മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ലേറ്റായത്. ആ ആക്സിഡന്റ് അവരുടെ പ്ലാൻ എല്ലാം മാറ്റിമറിച്ചു. പിന്നെ ആദർശേട്ടൻ മിനിസ്ട്രിയിലൊക്കെ സംസാരിച്ചിട്ട് അന്വേഷണം കാര്യമായിട്ട് നടത്താൻ ആവശ്യപ്പെട്ടതുകൊണ്ട് വളരെ സൂക്ഷിച്ച അവർ ഓരോന്ന് ചെയ്തത്. പിടിക്ക്. അല്ല, മനോജേട്ടൻ എവിടെ? അച്ഛനൊരു കോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. സൂരജിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടും വരെ ബീനയ്ക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു. ഞങ്ങളൊരു ദിവസം കണ്ടപ്പോ സൂരജിന്റെ കാര്യം പറഞ്ഞ് ബീന നല്ല കരച്ചിലായിരുന്നു. എനിക്കങ്ങനെ സംഭവിച്ചെങ്കിലും അമ്മയും ആന്റിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. അതറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാരും ഇത് തന്നെയാ പറയുന്നത്. സൂര്യനെ കാണാതെ പോയത് തന്നെ ഇവരുടെ വഴക്ക് തീർക്കാനായിരിക്കുമെന്ന്. ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. ഓരോന്ന് സംഭവിക്കേണ്ട സമയത്തങ്ങ് സംഭവിക്കുന്നതല്ലേ. അതെ, എന്തായാലും ഇപ്പൊ എല്ലാം ഓക്കെ ആയല്ലോ, അത് മതി. ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇപ്പൊ രണ്ട് വീട്ടുകാർക്ക് എതിർപ്പൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വിവാഹത്തിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. എന്നരുതി ഉടനെ വിവാഹം നടത്തണമെന്നൊന്നും പറയരുത് കേട്ടോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് വിവാഹം നടത്താം. അത് മതി, ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. അതെ, എല്ലാവരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും വിവാഹം നടക്കണമെന്ന് ആഗ്രഹം എനിക്കുള്ളൂ. അതിന് എത്ര കാലം കാത്തിരിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞതല്ലേ. അല്ല, മുത്തശ്ശി എവിടെ? അമ്മ മുറിയിലുണ്ട്, ഞാൻ വിളിക്കട്ടെ? അയ്യോ വേണ്ട, ഞാൻ പോയി കണ്ടോളാം. അത് മുഴുവനും കുടിക്കേ. മുത്തശ്ശിയുടെ റൂം എവിടെയാ? വാ. ഹരിയോ, വരൂ വരൂ. ആദർശല്ലേ? ഉണ്ട്, മുറിയില്ല, ഞാൻ വിളിക്കാം. ആ, മീരയുടെ അച്ഛനായിരുന്നോ? എന്താ മോളെ, അങ്കിളെന്നുള്ള വിളിയൊക്കെ മതിയാക്കിയോ? അതൊക്കെ പഴം കഥകളല്ലേ. നീ കൂടുതലൊന്നും സംസാരിക്കാതെ ആദർശിനെ വിളിക്കേ. ഹരി വന്നിട്ടുണ്ടെന്ന് പറ. ആദർശ് എന്ത് തിരക്കിലാമേ? ഞാൻ ചെന്ന് വിളിച്ച് എന്തെങ്കിലും പറയും. എന്നാ ഞാൻ പോയി വിളിക്കാം. വേണ്ട, ഞാൻ വിളിക്കാം.
ദേ വന്നല്ലോ ആദർശ്. വാ ഹരി, ഇരിക്കേ. ആ. മീരയുടെ കാര്യം സംസാരിക്കാൻ വന്നതായിരിക്കും അല്ലേ? അല്ല, സൂരജിനെ രക്ഷിക്കാനായി ആദർശ് പണം തന്നിരുന്നല്ലോ. പക്ഷെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് ഉപയോഗിക്കേണ്ടി വന്നില്ല. ₹1 കോടി തന്നതിൽ 30 ലക്ഷം രൂപയെ അവിടെ കൊടുത്തുള്ളൂ. ബാക്കി ഞാൻ ആദർശിനെ ഏൽപ്പിക്കാൻ അന്ന് ശ്രമിച്ചെങ്കിലും ആദർശ് അത് വാങ്ങിയില്ല. ഞാനത് സൂരജിനായിട്ട് തന്ന പണമാണെങ്കിലും മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ആ പണം എനിക്ക് തരേണ്ട കാര്യമില്ല. അതാണ് ഞാൻ വാങ്ങാതിരുന്നത്. അങ്ങനെയല്ല ആദർശേ, അന്ന് സൂരജിനെ വിട്ടപ്പോ അയാൾ പറഞ്ഞതുപോലെ അർഹതയില്ലാത്തതും നമ്മൾ അധ്വാനിക്കാത്തതുമായ പണം ബാധ്യത തന്നെയാ. സൂരജിനെ രക്ഷിക്കാൻ അവർക്ക് ₹1 കോടി വേണമെന്ന് ആദ്യം നിർബന്ധം പറയുകയും അത് റെഡിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വരികയും ചെയ്തതുകൊണ്ടാണ് ആദർശനോട് സഹായം ചോദിച്ചതും ആദർശ് അത് ചെയ്തതും. ഇപ്പൊ അത് മടക്കിത്തരാനുള്ള സാഹചര്യം ഈശ്വരനായി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ പണം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന് തന്നെയാണ്. ഇതിപ്പോ ₹1 കോടി മുഴുവനും ഉണ്ട്. ആദർശ് ഇത് വാങ്ങണം. ഞാൻ പറഞ്ഞല്ലോ, അന്ന് 30 ലക്ഷം കുറവുണ്ടായിരുന്നുകൊണ്ടല്ല ഞാൻ തിരികെ വാങ്ങാതിരുന്നത്. ആദർശിന് ഇദ്ദേഹം പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? മീര എതിർപ്പും അവകാശവാദങ്ങളും ഒന്നുമില്ലാതെ ഡിവോഴ്സ് സൈൻ ചെയ്ത് തരാൻ വേണ്ടിയല്ലേ പണം കൊടുത്തത്? അതിപ്പോ തിരിച്ചു തരുമ്പോ അതിന്റെ അർത്ഥം എന്താ? നീ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര പെട്ടെന്നൊന്നും മീര സൈൻ ചെയ്ത് തരില്ലാന്ന്. അങ്ങനെ ഒരു അർത്ഥവും ഇതിനില്ല. മീര ആദർശിന്റെ ആഗ്രഹവും ഇഷ്ടവും എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞത്. അല്ലാതെ അത് പണം കിട്ടാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. പിന്നെ സൂരജിനെ രക്ഷിക്കുക എന്നൊരു പ്രശ്നം മുന്നിലുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ഒരു ഉപാധി ആദർശ് പറഞ്ഞപ്പോ അത് മീര അംഗീകരിച്ചു എന്നേ ഉള്ളൂ. ഹരി പറയുന്നതാ സത്യമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഈ പണം നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല എന്നൊരു തോന്നൽ വേണ്ട. ഇന്നത്തെ കാലത്ത് ഓരോ കുടുംബത്തിനും ഉണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എത്രയാണെന്ന് എനിക്കറിയാം. ഭാവിയിലിത് മീരയ്ക്കും സൂരജിനും ഉപകരിക്കും. അതുകൊണ്ട് ആദർശ് തന്ന ഈ പണം തിരികെ നൽകണ്ടെന്ന എൻ്റെ അഭിപ്രായം. എത്ര പണം കയ്യിലുണ്ടെങ്കിലും മനുഷ്യനത് തികയില്ല. വീണ്ടും സമ്പത്ത് കുന്നുകൂട്ടാനും തലമുറകളിലേക്ക് കരുതി വയ്ക്കാനും മനുഷ്യൻ ശ്രമിക്കും. പക്ഷേ അതൊക്കെ നമ്മൾ കരുതുന്ന പോലെ തലമുറകൾക്ക് ഉപകരിക്കുമോ എന്നോ അതോ വെറുതെ നശിച്ചു പോകുമോ എന്നോ നമുക്കറിയില്ലല്ലോ. ഓരോ ജന്മത്തിലും ഓരോരുത്തരും അവരുടെ കർമ്മഫലങ്ങൾ അനുസരിച്ച് നേടേണ്ടതെല്ലാം നേടുകയും നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. അർഹതയില്ലാത്തത് വാങ്ങിവെച്ച് അതിൻ്റെ ഭാരം മക്കളെ കൊണ്ട് ചുമപ്പിക്കുന്നത് ശരിയല്ല. ഇത് ആദർശിന്റെ പണമാണ്. ആദർശ് ഇത് തിരികെ വാങ്ങണം. ഇതിന്റെ പേരിൽ മീര പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നത് എന്റെ കൂടി ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ നീ വെറുതെ അദ്ദേഹത്തെ വിഷമിപ്പിക്കണ്ട. നീ പണം വാങ്ങിച്ചോ? ഹരിയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. ആദർശ്, നീ അത് തിരികെ വാങ്ങിക്കേ. ആദർശം മറ്റൊരു രീതിയിലും ചിന്തിക്കണ്ട. ഒരു അത്യാവശ്യത്തിന് ആദർശം ഞങ്ങളെ സഹായിച്ചു.
അത് നന്ദിയോട് സ്മരിച്ചുകൊണ്ട് തന്നെ കടം തന്ന പണം തിരികെ തരുന്നു എന്ന് കരുതിയാൽ മതി. ശരി, എല്ലാവരുടെയും അഭിപ്രായം അതാണെങ്കിൽ ഞാൻ വാങ്ങാം. ദാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആദർശേ, മീര ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാ. അവളുടെ നിസ്സഹായാവസ്ഥയിൽ പണം കൊടുത്ത് നിന്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാമെന്ന് നീ വിശ്വസിച്ചപ്പോ ഈശ്വരനത് തെറ്റാണെന്ന് തെളിയിച്ചത് കണ്ടോ? ഇനി അവൾ സൈൻ ചെയ്ത അവൾ നിനക്ക് തരുന്ന ഭിക്ഷയാണ് മോനെ. ഈശ്വരാനുഗ്രഹവും സ്വഭാവ ഗുണവും ഉള്ളവരെ പണം കൊണ്ടും അഹങ്കാരം കൊണ്ടും തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. അവരുടെ മനസ്സ് വേദനിച്ച ആ കണ്ണിൽ നിന്നും കണ്ണീര് വീണ പിന്നെ നിനക്ക് രക്ഷയുണ്ടാവില്ല. അത് മറക്കാതിരുന്ന നിനക്ക് കൊള്ളാം. ഈ അമ്മ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ചു പറയുന്നേ? പണം വാങ്ങാതെ അവള് സൈൻ ചെയ്തു തരുമെങ്കിൽ നമ്മൾ വെറുതെ നിർബന്ധിച്ച് കാശ് കൊടുക്കുന്നത് എന്തിനാ? നീ കാശെടുത്ത് അകത്തോണ്ട് വെക്കടാ. ഈശ്വരാനുഗ്രഹവും സ്വഭാവ ഗുണവും ഉള്ളവരെ പണം കൊണ്ടും അഹങ്കാരം കൊണ്ടും തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. അവരുടെ മനസ്സ് വേദനിച്ച ആ കണ്ണിൽ നിന്നും കണ്ണീര് വീണ പിന്നെ നിനക്ക് രക്ഷയുണ്ടാവില്ല. അത് മറക്കാതിരുന്ന നിനക്ക് കൊള്ളാം. മീരമോളുടെ കാര്യത്തില് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ മനോജ്? ആദർശ് അവന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ച മട്ട. എല്ലാവർക്കും പറയാനല്ലേ പറ്റൂ. തീരുമാനം എടുക്കേണ്ട ആദർശ് തന്നെയല്ലേ. എത്രയോ വീടുകളിൽ വലിയ വഴക്കും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവുന്നു. അവരൊന്നും ഡിവോഴ്സ് ചെയ്യുന്നില്ലല്ലോ. ഇവർ തമ്മിലാണെങ്കിൽ ഒരു വഴക്കുമില്ല, വാക്കു തർക്കം പോലും ഇല്ല. എന്നിട്ടും ഡിവോഴ്സ് വേണമെന്നൊക്കെ പറയുന്നത് എന്തൊരു അക്രമം. വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കുന്നവരുടെ പ്രശ്നങ്ങൾ ആ വഴക്കോട് കൂടി തീരും. അത് കഴിഞ്ഞ് അവർ പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ ജീവിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും പരസ്പരം പറയാതെ എല്ലാം ഉള്ളിലൊതുക്കും. ദേഷ്യം വന്നാൽ പോലും അത് ശരിക്ക് പ്രകടിപ്പിക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒരു ഘട്ടം കഴിയുമ്പോൾ ആവശ്യമില്ലാതെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതെല്ലാം സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ പൊട്ടിത്തെറിക്കും. അതോടെ ജീവിതം അവസാനിക്കും. ഇപ്പൊ ആദർശ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യും. ഇതൊക്കെ അവർ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ച തീരില്ലേ മനോജേട്ടാ? അതിന് അവർക്ക് പറ്റാത്തതുകൊണ്ടാണെങ്കിലോ? ഞാനിത് ഹരിയോട് സംസാരിച്ചതാ. ഹരി പറഞ്ഞത് ആദർശിന് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നാ. ആരും മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭർത്താവിനെ ഭാര്യ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യകാലത്ത് ചിലപ്പോൾ വിചാരിക്കും താൻ കണ്ടെത്തിയ ആളാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന്. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ കഥ മാറും, പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും. ഇതൊക്കെ സ്വാഭാവികമല്ലേ? എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നതല്ലേ. ആദർശൻ എന്താ അതൊക്കെ മനസ്സിലാക്കിയ? തന്നെ പറഞ്ഞത് ശരിയാ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആരും നമ്മളോട് പെരുമാറില്ല. തിരിച്ച് നമ്മളും അങ്ങനെ തന്നെ. മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് പെരുമാറാൻ പറ്റുമോ? രണ്ട് വ്യക്തികൾ എപ്പോഴും രണ്ട് വ്യക്തിത്വങ്ങൾ ഉള്ളവരായിരിക്കും. അപ്പൊ രണ്ട് അഭിപ്രായങ്ങളും രണ്ട് ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടാവും. അത് പരസ്പരം സംസാരിച്ച് ജീവിതത്തിനൊരു താളം കണ്ടെത്തി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.